പ്രതികാരം ദൈവത്തിനുള്ളതാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ ദോഷം ചെയ്യുന്നവരോട് ദോഷം ചെയ്യുമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. പ്രതികാരം ചെയ്യുമെന്ന് വാശി പിടിക്കരുത്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവം ചെയ്യും. അത് ചെയ്തില്ലേ? യോസഫിനോട് നോക്കിക്കേ. യോസഫിൻ്റെ ജീവിതത്തിൽ തൻ്റെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ട് കളഞ്ഞു. ഇശ്മയേലിയ കച്ചവടക്കാർക്ക് വിറ്റുകൊടുത്തു. എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന മനുഷ്യന് വേണ്ടി ദൈവം പ്രതികാരം ചെയ്തത്? തൻ്റെ ജ്യേഷ്ഠന്മാർ തൻ്റെ മുമ്പിൽ മുട്ടുമടക്കി അവനെ നമസ്കരിക്കത്തക്ക നിലകളിൽ ദൈവം യോസഫിന് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ, യോസഫിനെ തൻ്റെ സഹോദരന്മാരെക്കാൾ ദൈവം വലിയവനാക്കിയെങ്കിൽ, കുത്തുവാക്കുകൾക്കിടയിലും ആലയത്തിനകത്തിരുന്ന് കരഞ്ഞ ഹന്നയ്ക്ക് വേണ്ടി ദൈവം പ്രതികാരം നടത്തിയപ്പോൾ പെനീനയുടെ മുമ്പിൽ ദൈവം തന്നെ മാനിച്ചൊരു ശമൂവേലിനെ നൽകിയെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും കേട്ടോ. ഹല്ലേലൂയ. അവസരങ്ങൾ ലഭിച്ചിട്ടും ശൗലിനെതിരെ സ്വയം പ്രതികാരം നടത്താതെ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്ന മനുഷ്യനായ ദാവീദിനെ ദൈവ രാജസിംഹാസനത്തിൽ ഇരുത്തി മാനിച്ചുയർത്തിയെങ്കിൽ നമ്മെ ഉയർത്തും. അതുകൊണ്ട് ആർക്കുമെതിരെ ഒരു ദോഷം നിരൂപിക്കേണ്ട. ദൈവത്തിൻ്റെ സന്നിധിയിൽ ശരണപ്പെട്. ദൈവം നമുക്ക് വേണ്ടി പ്രതികാരം നടത്തും. എങ്ങനെയാണ് പ്രതികാരം നടത്തുന്നത്? ചില നന്മകൾ നമുക്ക് നൽകുന്നതിലൂടെ, ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടുത്തുന്നതിലൂടെ. നമുക്കെതിരെ ശത്രു ദോഷം നിരൂപിക്കുമ്പോൾ ആ ദോഷത്തെ ദൈവം നമുക്ക് അനുഗ്രഹമാക്കിക്കൊണ്ട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുക, കാത്തിരിക്കുക. കർത്താവ് പ്രവർത്തിക്കും, കർത്താവ് മാനിക്കും. ഒരിക്കലും താളടിയായി പോകാൻ, തകർന്നു പോകാൻ, ആകുലപ്പെട്ടു പോകാൻ, നിരാശപ്പെട്ടു പോകാൻ, പരാജയപ്പെട്ടു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവ് മാനിക്കും. ആമേൻ, ആമേൻ, ആമേൻ.